കണ്ടില്ല. അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. ചെറുതാണ്, ചെറുതാണ്, നല്ലതല്ല, ചെറുത്. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് പറയാനായിരുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ വീഡിയോ സജനിയും രേണുവിനെയും കുറിച്ചാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം, ഫുള്ളും കാണണം. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ, ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്ന് പറയുന്നത്. അതിന് തക്കതായ കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, സജന ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ഒരു പയ്യൻ ഈയിടെയായിട്ട് രേണുവിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. രേണുവിന്റെ തന്നെയല്ല, അവൻ ഇഷ്ടം പോലെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവനെ റിയാക്ട് ചെയ്തുകൊണ്ട് സജന രംഗത്ത് വന്ന ആ രീതി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറയുകയാണെങ്കിൽ 2 തല്ലിന്റെ ആവശ്യമുണ്ട് സജനയ്ക്ക്. 2 എണ്ണത്തിന്റെ, ഒന്നും കുറയാതെ 2 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. അമ്മാതി രീതിയാണ് ആ കൊച്ചിനെയും ആ കൊച്ചിന്റെ അമ്മയിലും പറഞ്ഞത്. അപ്പം അതിന് നമുക്ക് 2 മറുപടി കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ, കാരണം ഞാൻ ഇന്നലെ തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ അന്ന് കണ്ടു നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര വൈകാരികമായിട്ട് ഞാൻ അതിനകത്ത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. കാരണം നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അന്നേരം റിയാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ടെമ്പർ തെറ്റിപ്പോകും. അപ്പൊ പിന്നീട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പബ്ലിക് എന്നെയും കൂടെ ജഡ്ജ് ചെയ്യും. കാരണം അതുപോലെ ടെമ്പർ തെറ്റി പറയാൻ തക്ക വണ്ണമുള്ള പരിപാടി ഇവൾമാർ ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക, മാക്സിമം ഇത് എങ്കിൽ മാത്രം. പിന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വിഷയം എന്തിനാണെന്ന് നോക്കാം. നെക്സ്റ്റ് അപ്പ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. ഈ അടുത്തിടെ എനിക്ക് അവന്റെ അവതരണ ശൈലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം കണ്ട ഒരു 10-13 വയസ്സേ ഉള്ളൂ എന്ന് തോന്നും, അത്രയോളം തോന്നി. 8-9 അങ്ങോട്ട് പഠിക്കാൻ തോന്നുന്നു. പക്ഷെ അവന്റെ ആ പെർഫോമൻസ് കറക്റ്റ് നിർത്തേണ്ടടുത്ത് നിർത്തി, സ്റ്റോപ്പ് ഇട്ടെടുത്ത് അവന്റെ എക്സ്പ്രഷൻ, കാര്യങ്ങള് എല്ലാം, അവന്റെ അവതരണ ശൈലി ഭയങ്കര അടിപൊളിയാണ്. ഈ ചെറുപ്രായത്തിൽ അവർ ഇങ്ങനെയാണെങ്കിൽ നാളെ അവൻ നല്ലൊരു ലെവലിലെത്തും. പക്ഷെ അവന്റെ എല്ലാ റിയാക്ഷൻ വീഡിയോ എടുത്ത് നോക്കിയാലും അവന്റെ പ്രായത്തിന്റെ പരിധിയിൽ നിന്നിട്ടുള്ളതാണ്. അവനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി നിന്നിട്ടാണ് അവൻ എല്ലാ വീഡിയോസും റിയാക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ വിവരം കെട്ട ഇവന്മാരെ പോലെ എടുത്ത് തുള്ളി ചാടിയിട്ടൊന്നുമില്ല. അപ്പൊ ആ കുട്ടി പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇവന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കുട്ടികൾ വരെ പ്രതികരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറെ അധികം ലൈക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പം അവൻ റിയാക്ട് ചെയ്യുന്ന രീതി ഒട്ടും മോശമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം എന്താണെങ്കിലും രേണുവിന്റെ 2-3 വീഡിയോ ഇവിടെ വെക്കേണ്ട അത്യാവശ്യമുണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സജനയ്ക്ക് വയർ നിറച്ച് കൊടുക്കാനുള്ളത് നമുക്ക് കൊടുക്കാം. ഇത് രേണുവിന്റെ ആദ്യത്തെ വീഡിയോ. അതായത് എന്താണ്, പ്ലേറ്റിൽ വട ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്ന ഒരു വീഡിയോ. വട ഉണ്ടോ നോക്കുമ്പോൾ അവള് സാരിത്തുമ്പ് മാറ്റിയിടുന്ന എന്താ സംഭവം വീഡിയോ. അത് നമ്മുടെ മഞ്ജു പത്രോസ് വരെ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണോ നിങ്ങളിലോട്ട് ഇത്ര നാളും വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് അതേ വാചകം തന്നെയാണ് മഞ്ജു പത്രോസും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നില്ല. എനിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് കിട്ടിയില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് ആ വീഡിയോ കൂടെ മഞ്ജു പത്രോസ് പറഞ്ഞതിലൂടെ ഞാൻ ഉൾപ്പെടുത്താം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ സെയിം ക്വസ്റ്റ്യന് മെയിൻ സ്ട്രീം മീഡിയക്കാര് ഇവളോട് ഒരു ദിവസം ചോദിക്കുന്നു. അപ്പോഴും ഇവള് പറഞ്ഞ മറുപടി എന്താണെന്ന് കേൾക്കണം. അതും കൂടെ വെച്ച് തരാം. എന്റെ പടം കാണാതിരിക്കാൻ ഞാൻ പുസ്തകത്തെ എന്ന സാധനം. അപ്പൊ അതിനിടെ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല. അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. നിന്റെ പടം അതിന് മാത്രം വലിയ പടയാണോ, ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല, ചെറുത്. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് പറയാനായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടല്ലോ, എന്റെ വട വളരെ ചെറുതാണ്, അതിനിപ്പോ നല്ലതല്ല എന്ന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പയ്യനും കൂടെ ഇവള് ചോദിക്കുകയാണ്. ഇവിടെ നിലവാരം, ക്വാളിറ്റി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ കുറെ അധികം വീഡിയോയിലൂടെ ഇത് ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇത് വേസ്റ്റ് ആണ്. രേണു പറഞ്ഞ സാധനമേ നമുക്ക് സമൂഹത്തിനെ വേസ്റ്റ് ആണ്. അന്ന് തന്നെ കുറെ അധികം ചേച്ചിമാർ എന്റെ കമന്റ് ബോക്സിൽ, ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ചോദിച്ചിരുന്നു, മോളെ ഇത് നിർത്തണം, നമ്മുടെ കുട്ടികളടക്കം വഴി തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ് രേണു ഇവിടെ കാണിച്ചു വെക്കുന്നതെന്ന്. ഇന്ന് ഈ പയ്യൻ നെക്സൺ എന്ന് പറഞ്ഞ ഈ പയ്യൻ ഇവൻ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ ഫീൽഡിലും ഇവിടെ ഈ മാതിരിയുള്ള അപരാധത്തരമാണ് വരുന്നത്. അത് വരുന്നതുകൊണ്ടാണ് ആ പയ്യൻ വരെ എടുത്ത് റിയാക്ട് ചെയ്തത്. പക്ഷെ അവന്റെ പ്രായപരിധി വിട്ടിട്ട് ഒരിക്കലും ആ ലെവലിൽ റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് രേണുചേച്ചിയും തന്നെ വിളിച്ച് തന്നെ അവൻ റിയാക്ട് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അവൻ ആ വടയുടെ കാര്യം പറയുമ്പോഴും അവന്റെ മുഖത്ത് മാത്രം എക്സ്പ്രഷൻ അവൻ ഇതിനുള്ളൂ. എന്റെ കുഞ്ഞുണ്ട്, എന്റെ കുഞ്ഞു വരെ ചോദിക്കാറുണ്ട്, അമ്മ ഇത് എന്ത് പരിപാടിയാണ് ഈ പെണ്ണുമ്പിളെ കാണിച്ചു വെക്കുന്നത്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ പഴയതുപോലെ ഒന്നുമല്ല. എന്നെക്കാളും വിവരമാണ് എന്റെ കൊച്ചിന്, എന്നെക്കാളും വിവരമാണ്. നമുക്ക് അവരോടൊന്നും വായിട്ട് അലച്ച് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം കൗണ്ടർ അടിക്കുന്നവന് അതുമാതിരിയുള്ള പോയിന്റ്സ് ആണ് അവരടിക്കുന്നത്. അപ്പം ഈ പയ്യൻ റിയാക്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിന് കുരു പൊട്ടിയിട്ട് തള പൊട്ടിയിട്ട് ഇതിനകത്ത് സജന വന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്, ഇവിടുന്ന് അങ്ങോട്ട് എന്റെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പൊക്കോളൂ. കാരണം ഞാൻ എങ്ങനെ ഈ വീഡിയോയിലൂടെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. കാരണം അമ്മാതിരി അപരാധതരം ഇവൾ ഈ സജന ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മുതിർന്നവര് പിള്ളേർ അടുത്തിരുന്നാണ് ഇത് കാണുന്നെങ്കിൽ
ഒന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് പിള്ളേരില്ലാത്ത സമയത്ത് ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ വീഡിയോ ആദ്യം തന്നെ പറയാൻ മറന്നുപോയി. കാരണം അതുപോലത്തെ പരിപാടിയുണ്ട്. അതുപോലത്തെ ചിലപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ കൂടെ പ്ലേ ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുരു പൊട്ടാൻ ചാൻസ് ഉണ്ട്. കുരു പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയുമെന്ന് നമുക്ക് തന്നെ ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. കേട്ട് നോക്കാം. ഇവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇമാതിരി പോക്കറ്റിനെ കാണിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കണ്ട അപരാധ വീഡിയോകൾ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് കിണയാ മോളെ പറഞ്ഞു, എന്ത് കിണയാടി സജീന മോളെ പറയുന്നത്. നിനക്ക് ആകെപ്പാടെ എന്താണ് അറിയുന്നത്? അയ്യോ അച്ഛന്റെ മുളക്കച്ച അത് ഇത് മറ്റേത് മറിച്ചത് അമ്മാവ, ഈ ഒരു കാര്യമല്ലാതെ ആധികാരികമായിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്ട് പബ്ലിക്കിന്റെ മുന്നോട്ട് നിനക്ക് കാര്യം കാരണം സഹിതം നിരത്തി വെച്ച് പറയാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ രേണുസുധിയുടെ മൂഡ് താങ്ങി നീ രേണുസുധിയുടെ മൗത്ത് പീസ് ആയിട്ട് നടക്കാനല്ലാതെ നിനക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആധികാരികമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യാനുള്ള തന്റെ ഉണ്ടോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. എന്തിനെ കുറിച്ചും പറയാനുണ്ടോ? നീ അതുള്ളവരുടെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രേണുവിന്റെ സബ്ജക്ട് അല്ലാതെ വേറെ ഒരു സബ്ജക്റ്റും വേറെ ഒരു കിണയും ചെയ്യാൻ അറിയത്തില്ല, അവിടെ മൂട് താങ്ങി മാത്രം നടക്കാനേ അറിയുള്ളത്. നീ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലേ? അവിടെ ഇരിപ്പുണ്ടോ 1.5 മണിക്കൂറുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ. അതിൽ കുറച്ച് കാര്യങ്ങൾ പുറത്തു വിട്ടപ്പോഴത്തേക്ക് നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ഇതല്ലാണ്ട് വേറെ ഒരു കിണയും അറിയത്തില്ല, ഒരു സംഗതിയും അറിയത്തില്ല. എന്നിട്ട് അവള് കൊറ അടിക്കാണ്ട് വന്നേക്ക് ഒരു 10-13 വയസ്സുള്ള ഒരു ചെറുക്കന്റെ അമ്മയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നേക്കോ. നീയും ഒരു അമ്മയല്ലേ, നിനക്കും 2 പിള്ളേരുണ്ടെന്ന് പറയുന്നു. നീ ഏത് രീതിയിലാണ് ആ പിള്ളേരെ വളർത്തുന്നത്? നീ ഏത് രീതിയിലാണ് ആ പിള്ളേരെ കാണുന്നത്? നീ ഈ റിയാക്ട് ചെയ്തതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നീ എന്ന് പറഞ്ഞ ഒരു അമ്മ എത്രത്തോളം അധപതനമാണെന്ന് ഈ ഒറ്റ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ വ്യക്തമാണ്. നീ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നീ എന്തുമാത്രം ആ ഒരു പദവി അർഹതയാണ് എന്നും ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാണ്. നിനക്കൊക്കെ ഒരു സ്ത്രീ എന്നുള്ള ലേബലിൽ തുടരാൻ ഒരു അർഹതയില്ലാത്ത വ്യക്തിയാണ്. എന്തോ കുറച്ച് ബാഹ്യമായിട്ട് സ്ത്രീയുടെ രൂപമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്ത്രീയുടെ പരിപൂർണതയാവുന്നില്ല. സ്ത്രീ എന്നിട്ടുണ്ട് ഒരു അമ്മയുണ്ട്, അവളിൽ ഒരു മാതൃത്വമുണ്ട്. അപ്പൊ ഓരോ കുഞ്ഞിനെയും കൈകാര്യം ചെയ്യുന്നതിൽ ഓരോ രീതിയുണ്ട്. അത് മറന്നിട്ടാണ് നീ പിന്നകത്ത് അഴിഞ്ഞാടുന്നത്. എന്തിനു വേണ്ടിയിട്ട്? രേണുസുധിയുടെ മൂട് താങ്ങിട്ടോ? രേണുസുധി ആരാണ്? 5-6 പേർക്കും കൊടുത്തും കൊണ്ടു നടക്കുന്ന അവൾ ആരാണ്? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ട് ഏറ്റവും ഇസഡ് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഹനാൻ ഒരു പ്രസ്താവന പറഞ്ഞു. അതുപോലെ അബോർഷൻ ചെയ്ത് നടക്കുന്നവന്മാരെയൊക്കെ മൂട് താങ്ങി അവിടെയൊക്കെ കൂളായിട്ട് പറയാം നടക്കുന്ന അവർക്ക് വേണ്ടിയൊക്കെ പ്രസംഗിക്കുന്നൊക്കെ നിനക്ക് എന്ത് മഹത്തരമാണ് ഞങ്ങൾ തരേണ്ടത്? ആ കൊച്ചു പറഞ്ഞാൽ എന്ത് കാര്യമാണുള്ളത്? തീർന്നില്ല, ഇനിയുണ്ട് കുറച്ചും കൂടെ. അപ്പൊ ഈ ഏജിൽ 15-16 വയസ്സാണ്. അപ്പൊ കൂടി പോയ +1+2 ആ ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ആയാലും വട കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഇങ്ങനെ ഏത് കണ്ടോണ്ടായിരിക്കും കാണുന്നത്? പെൺകുട്ടികളാ ചേച്ചികളെ ഞാൻ കണ്ടില്ല, വട കണ്ടാ കൊള്ളാമല്ലോ എന്നൊരു ആക്ഷൻ വരാതിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിൽ വരും. ഒരു വീഡിയോ കാണുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ സൂം ചെയ്തും എത്ര പ്രാവശ്യം വിലയിരുത്തി കണ്ടതിന് ശേഷമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ആ തന്റെ തള്ളെ നമിച്ചു. അടുത്തത് മോനെ, നീ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? നിന്റെ സ്കൂൾ അധികൃതർ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂം ചെയ്ത് നോക്കുന്നത് നിന്റെ സഹപ്രവർത്തകരെ പോലും അവരുടെ അറിവില്ലാതെ ഉൾപ്പെടുത്താൻ മടിക്കില്ലല്ലോ. സത്യം. പോലീസ് ഭാഷയിൽ ഇതിനൊരു പേരുണ്ട്, ഹാബിറ്റൽ ഓഫൻഡർ. ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസ് കൃത്യമായി മോണിറ്റർ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനം നമ്മുടെ സൈബർ സെല്ലിൽ ഗവൺമെന്റ് സെക്ഷനിൽ നിലവിലുണ്ട്. അവരൊക്കെ നിന്നെ കിട്ടിയാൽ നീ ഒന്ന് അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം പൊക്കുന്നത് നിന്നെ ആയിരിക്കും. നിനക്കുള്ള വഴി തരാം കേട്ടോ. ഈ പയ്യനെ കുറിച്ച് നീ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു കുട്ടിയായിട്ട് നീ ഇവിടെ ചിത്രീകരിക്കുകയാണ്. നിനക്കുള്ള പണി ഈ ഒറ്റൊരു കാര്യത്തിൽ നിന്ന് തന്നെ നിനക്ക് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. അവൻ എന്ത് ക്രിമിനൽ സംഭവമാണ് ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്നത്? അവൻ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്തില്ല. അതുപോലെ തന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളെ പോലും അവൻ ഒരു മോശമായ രീതിയിൽ നോക്കുമെന്ന് നീ ഇതിനകത്തൂടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ, അതായത് വളർന്നു വരുന്ന ഒരു തലമുറയെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് നീ ഇതിനകത്ത് പടച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ ഈ വൃത്തികെട്ട ഈ പിഴച്ച നാക്കും കൊണ്ട് നീ പറ, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ആ പയ്യനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയാൻ? നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നീയൊക്കെ കാണിക്കുന്ന പോക്കൃത്തരം എന്താണ്? ഈ സോഷ്യൽ മീഡിയ വന്ന് നീ നിന്റെ കുറച്ച് രേണും കൂടെ വന്നിട്ട് കാണിക്കുന്ന അപരാധം എന്തുവാണ് എന്റെ സജന? നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? ആ കൊച്ചിനെ നീ കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ എന്താണ്, ഏതാണ്, അവൻ എങ്ങനെ ഏത് സമൂഹത്തിൽ എപ്പോൾ ഏത് അളവിൽ പെരുമാറണം എന്നുള്ള കാര്യം അവൻ നല്ല വ്യക്തമായിട്ട് അറിയാം. അത് മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് കുറച്ചെങ്കിലും മൂള വേണം. അവന്റെ ഓരോരോ വീഡിയോസിലും അവന്റെ പ്രസന്റേഷൻ നോക്കിയാൽ മതി. അവന് ഒരു കട്ടിങ്ങും ഇല്ലാതെയാണ്, അത്ര ഫ്ലൂവന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നിന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ട് കട്ടായിട്ട് നിനക്ക് തപ്പലാണ്, ഒരു ഒഴുക്കില്ലാത്ത രീതിയിലാണ് നീ ഒരു വീഡിയോകൾ ചെയ്യുന്നത്. ഇനി കഴിവെന്ന് പറഞ്ഞ ഒരു സാധനം വേണം, അത് ആ കൊച്ചിനുണ്ട്. ആ കൊച്ചിനുള്ള കഴിവിന്റെ ഒരു അംശം പോലും നിനക്കൊന്നുമില്ല. നീയൊക്കെ സ്കൂളിന്റെ വരാതെ എന്താ കണ്ടിട്ടുണ്ടോ? നീയൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ? നീ സ്കൂളിലൊക്കെ പോയി, ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞില്ല. നിനക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സ്കൂളിന്റെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിന്റെ എന്തെങ്കിലും ഒരു അംശം നിനക്കൊക്കെ തലയിൽ മൂളയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നിട്ട് കാണിക്കത്തില്ല. ഇങ്ങനെ വന്നിരുന്ന നീ കോണ പറയത്തില്ല. തീർന്നിട്ടില്ല. നിനക്ക് ഈ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു പോസ്റ്റ് കോക്കസ് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അവൻ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനാണെങ്കിലും കൊടുക്കും, അതിലൊരു സംശയമില്ല. അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ പണി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ മോളെ, നിന്റെ തല കുറച്ചിട്ട് പറഞ്ഞു. അപ്പൊ പണ്ടും ഇവിടെ എന്നെ പഠിപ്പിക്കാൻ പറ്റും, നീ നാട്ടുകാരെ മൊത്തം പഠിപ്പിക്കാൻ നടക്കുവാണോ? തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞു തീർക്കാം. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ സാധനങ്ങൾക്കാണ്.
രേണുസുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടിട്ട് അതിനെ പ്രതികരിക്കുക, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വയ്ക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാൻ നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിർത്തി ചെറ്റ്, നീയൊക്കെ എന്ത് സംസ്കാരമാണ് പറഞ്ഞത്? നീ നിന്റെ അമ്മയുടെ മറ്റേത് വിറ്റിട്ടാണ് നീ ഇത്ര നാളും ജീവിച്ചത്? ആണോ നീ ജീവിച്ചത്? നീ എന്തുമാതിരി തൊലിഞ്ഞ വർത്താനമാണ് ഈ പറഞ്ഞത്? ഈ 10-13 വയസ്സുള്ളതിന് നീയൊക്കെ അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുറിച്ച് ജീവിച്ചവൾ തന്നെയാണോ? നീ നിന്റെ പിള്ളേർക്ക് നീ അമ്മിഞ്ഞപ്പാല് കൊടുത്താണോ നീ വളർത്തിയിട്ടുള്ളത്? ആണോ? നിന്റെ ഈ പിഴച്ച നാവ് കേൾക്കുമ്പോഴത്തേക്ക് നീയൊക്കെ എന്താണ് മൃഗത്തിന് തുല്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊച്ച് ഇവൾ ഇത്രമാത്രം പറയാത്തക്ക വേണം അവൻ ഒന്നും തന്നെ പറഞ്ഞില്ല, അവൻ മോശമായിട്ട് രീതിയിൽ ഒന്നും പറഞ്ഞില്ല. എന്നിട്ടാണ് ഇവിടെയൊക്കെ സംസ്കാരം, ഇവിടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇവിടെയൊക്കെ ക്വാളിറ്റി. സ്വന്തം അമ്മയെ പറഞ്ഞിരിക്കുന്നു, സ്വന്തം അമ്മയുടെ ഇത് കാണാം. നീയൊക്കെ ചിലപ്പോൾ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ പിള്ളേരെ നോക്ക്, ചിലപ്പോൾ ഏതെങ്കിലും സൈറ്റില് അല്ലെങ്കിൽ നിന്റെയൊക്കെ ചിലപ്പോൾ ഒരു വീഡിയോ നിന്റെ പിള്ളേർ, കാരണം നീയല്ലേ ആ പിള്ളേരെ വളർത്തിയത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം പേജില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്റെയൊക്കെ നഗ്നമായിട്ടുള്ള സാധനം കിടന്ന് ഓടുന്നുണ്ടായിരിക്കും. പറയാൻ പറ്റത്തില്ല. നിന്റെ ഈ പിഴച്ച നാക്കുകൊണ്ട് നിന്റെ ഈ സംസ്കാരം പുറത്തു വന്ന സ്ഥിതിക്ക് നീ വളർത്തിയ പിള്ളേർ ചിലപ്പോൾ അങ്ങനെ കാണിക്കാൻ വഴിയുണ്ട്. 100-110% വഴിയുണ്ട്. അതിനുള്ള അത്രയും ക്വാളിറ്റി ഉള്ളു നിനക്ക്. നീ അപ്പൊ എന്റെ പൊന്നു പോലെ നീ സ്കൂളിൽ പോകുന്നോണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ തലേന്ന് സ്കൂളിൽ വിടണമെന്ന് എനിക്ക് അറിയില്ല. കാരണം സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ടീച്ചർമാർ കാണാൻ സാധ്യത, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കാണാൻ സാധ്യതയുണ്ട്. അവരെ ഒരു റിയാക്ഷൻ വീഡിയോ തൊലിഞ്ഞ മറുപടി ആയിട്ട് അവള് വന്നിരിക്കുന്നു. ഇതാണോ നിന്റെ മറുപടി? എനിക്ക് കൺട്രോൾ തരണേന്ന് പറഞ്ഞാണ്. കാരണം ഈ ഒരു സെന്റൻസിന് സ്വന്തം അമ്മയുടെ വരെ വിറ്റ് ജീവിക്കുന്ന ആ ഒരു കൊച്ചിനോട് പറഞ്ഞ അതിന് നമ്മൾ എങ്ങനെയാണ് ഗൈസ് പ്രതികരിക്കേണ്ടത്? ഈ ഒരു രീതിയിലല്ലേ നമ്മൾ പറയുന്ന ഈ ഒരു രേണുസുധിയെ ഞാൻ ആദ്യം ഈ വീഡിയോ വെച്ചിട്ടുണ്ട്. രേണുസുധിയുടെ വീഡിയോ അവള് തന്നെയാണ് സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റാഗ്രാം പേജിലാണ്, നമ്മുടെ കുഞ്ഞുങ്ങളടക്കം കാണുന്ന ഇൻസ്റ്റയാണ്. അപ്പം അവരുടെ ഫീൽഡിലോട്ട് വരും. ഞാൻ രേണുസുധിയെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സെർച്ച് എഞ്ചിനാണ് ഈ യൂട്യൂബ്, എന്താണ് ഇൻസ്റ്റാഗ്രാം എല്ലാം സെർച്ച് എഞ്ചിനാണ്. അങ്ങനെയാണ് അവർ പ്രോഗ്രാം അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ ലൈക്കും കാണുന്ന സാധനങ്ങൾ ലൈക്ക് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. ഇതിവിടെ ഈ കൊച്ചിന്റെ ഫീൽഡിലോട്ടും എത്തി. അപ്പൊ ഒരു 10-13 വയസ്സുള്ള ഒരു കുട്ടി ഇത് റിയാക്ട് ചെയ്തതിൽ എന്താണ് തെറ്റ്? അവൻ വളരെ മാന്യമായിട്ടും അവന്റെ പക്വതയാർന്ന ഒരു മെച്ചൂരിറ്റി ലെവലിലാണ് അവൻ അത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ അടിപൊളി അവതരണം. അപ്പൊ ഇതിന് മാത്രം അവളെ തിളക്കാൻ മാത്രം, ഇതിന് മാത്രം കൂരി പൊട്ടാൻ മാത്രം ഒന്നും പറഞ്ഞൊന്നുമില്ല. നീ ഈ കൊണയടി നിർത്തിയിട്ട്, ഈ കൊച്ചിനോടുള്ള കൊണയടി നിർത്തിയിട്ട് നീ നമുക്ക് നേരവാ, നമുക്ക് പറഞ്ഞ് കുറച്ചു നേരം നിൽക്കാം. അപ്പൊ നിന്റെ അടപ്പിക്കുന്ന മറുപടി പറഞ്ഞു തരാം. നിനക്ക് എന്തെങ്കിലും ഈ ഭൂമിക്ക് താഴെയുള്ള രേണുസുധി എന്ന് പറഞ്ഞ കുറച്ച ഒരു സബ്ജക്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും കോപ്പ് അറിയാമോ? നിനക്ക് ഒരു കോപ്പും അറിയത്തില്ലല്ലോ. എന്തെങ്കിലും അറിയാമോ? എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു മോശമായി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും എന്നോട് മനഃപൂർവ്വം ശ്രമിക്കുക. സ്വന്തം അമ്മയെ കുറിച്ച് ഒരു 10-13 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇങ്ങനെ അല്ലാണ്ട് പിന്നെ വേറെ ഏത് രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ. തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഈ ഏജുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഫോൺ കൊടുക്കൂ. അവരവരുടെ വീഡിയോകൾ കാണുക, ക്ലിയേജ് കാണുക, വടകൾ കാണുക, കണ്ട് ആസ്വദിക്കുക. കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള ചെറിയ ഇതൊക്കെ കാണുന്നത് ആ ഇമോഷൻസ് ഒക്കെ തീർത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക, കാശുണ്ടാക്കി തരിക. പറഞ്ഞുകൊടു. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല? പറഞ്ഞു കൊടുക്ക്. ചെറുക്ക മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മതിരിക്കും. കേട്ടാ? മതിരിക്കും. നീയൊക്കെ സമ്മതിച്ചു നിന്റെയൊക്കെ അവരാത്ത വീഡിയോ ആണ് നീയൊക്കെ പടച്ചു വിടുന്നതെന്ന്. ഇത് ഏതെങ്കിലും സൈറ്റിൽ കയറി അവൻ കണ്ടോന്നും അല്ലല്ലോ. രേണു ഈ ഇൻസ്റ്റയിൽ ഇട്ട സംഭവം തന്നെയല്ലേ എടുത്ത് കണ്ടത്? അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഫോൺ സൈറ്റിൽ കയറി കണ്ട വീഡിയോ ഒന്നും അല്ല. ആണോ? അല്ല. നിന്റെ കവരാത്ത വീഡിയോ കണ്ടത് ഇൻസ്റ്റയിൽ എല്ലാവരും 13 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ അവന്റെ ഫീൽഡിൽ വന്ന കാര്യങ്ങളാണ് അവൻ എടുത്ത് വെച്ച് പറഞ്ഞത്. അവന്റെ പ്രായത്തിൽ തോന്നുന്ന കാര്യങ്ങൾ എല്ലാം എടുത്ത് വെച്ച് പറഞ്ഞത്, അല്ലാതെ വേറെ സൈറ്റിൽ പോയി കണ്ടൊന്നുമല്ല. നിനക്കൊക്കെയാണ് സൈറ്റ് മാറിപ്പോയത്. രേണുകൊണ്ട് പല തവണ പറഞ്ഞുണ്ട്, ഇത് പിള്ളേർ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. നിനക്കൊക്കെ ഇടാനുള്ള ഫോൺ സൈറ്റുകൾ വേറെ ഉണ്ട്, വേറെ എവിടെയും കൊണ്ട് ഇടണം. ഈ കമ്പി വർത്താൻ ഇങ്ങോട്ട് പറഞ്ഞത് വരരുത് ഒരു 100 തവണ നമ്മൾ റിയാക്ട് ചെയ്തതാണ്, ഒരു 100 തവണ. അപ്പൊ അവിടെ കമ്പി വർത്താനം പറയും, അവിടെ ഉണച്ച ഒരുമാതിരിയുള്ള ഈ വീഡിയോസും ഇതിനകത്ത് തന്നെ കൊണ്ടിടും. പിന്നെ ഇത് പിള്ളേരുടെ ഫീൽഡിലോട്ടാണ് വരുന്നത്, അതിന് നീയൊക്കെ കുരുപൊട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇനിയെങ്കിലും പറ, ഇനി മേലെ ഈ മാതിരി തോന്നിവാസം കൊണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ഫീൽഡിലും അല്ലെ യൂട്യൂബിലും കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അഴിയെണ്ണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്ത് ചെറ്റത്തര പറഞ്ഞ എല്ലാ പിള്ളേരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പിള്ളേരുടെ കയ്യിലും ഫോണുണ്ട്. പക്ഷെ അത് എന്ത് ഉപയോഗിക്കണം, എന്ത് കാണണം, എങ്ങനെ എടുക്കണം, നീയൊക്കെ കൊണ്ട് ഞങ്ങളുടെ മാരണം വിറ്റാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നീയൊക്കെ കൊണ്ട് കാണിക്കുമ്പോഴും ആ പിള്ളേർ അച്ഛ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള പിള്ളേർ പ്രതികരിക്കുക. ഇതൊക്കൊന്നും വേറെ ഒരു പണി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പ്രതികരിക്കുക. അല്ലാതെ കണ്ട് ആസ്വദിക്കുന്ന ലെവലിലുള്ള ആൾക്കാരൊന്നുമല്ല നമ്മുടെ പിള്ളേർ. നിന്റെ കുടുംബത്തിൽ കാണുമായിരിക്കും, നിന്റെ കുടുംബത്ത് ഫോൺ കൊടുത്താൽ പ്രശ്നമാകുന്ന പിള്ളേർ കാണുമായിരിക്കും, നിന്റെ പിള്ളേർ കാണുമായിരിക്കും. പക്ഷെ ഞങ്ങളുടെ പിള്ളേർ ആ ടൈപ്പുകളല്ല. അവർക്ക് എന്ത് നല്ലത് എന്ത് ചീത്ത എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതായത് അതിങ്ങൾക്ക് ഒരു മാസം ആവുന്നതിന് മുമ്പ് നമ്മൾ അതുപോലെ ട്രെയിനിങ് കൊടുത്താണ് അതുങ്ങളെ വളർത്തുന്നത്. ഒരു 6 മാസം 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നോരോന്നും പറഞ്ഞും പഠിപ്പിച്ചും കാണിച്ചും കൊടുത്താണ് അതുങ്ങളെ വളർത്തുന്നത്. അതുകൊണ്ട് എന്ത് നല്ലത് എന്ത് തെറ്റ് എന്ത് ശരി എന്ത് കേൾക്കണം എന്ത് പറയണം എന്ത് കാണണം എന്ന് പറഞ്ഞാണ് വളർത്തുന്നത്. കാണുന്നതേ കാണാവൂ, നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതേ പറയാവൂ എന്ന് പറഞ്ഞാണ് നമ്മൾ വളർത്തുന്നത്. മനസ്സിലായോ? അപ്പം അതുങ്ങൾക്ക് ഒരമ്മ കൊച്ചിലെ കൊടുക്കുന്ന ഒരു കാര്യം, അതായത് കൊച്ചിലെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്,
മോനെ നിന്റെ കണ്ണ് നിനക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് നല്ലത് കാണാനാണ്, അത് മോശം രീതിയിൽ കാണരുത്. നിനക്ക് ചെവി തന്നിരിക്കുന്നത് നല്ലത് കേൾക്കാനാണ്, അതുവഴി മോശം കാണരുത്. നല്ലത് പറയാനാണ് നിനക്ക് ദൈവം നാക്ക് തന്നിരിക്കുന്നത്, അതിൽ നിന്ന് നിനക്ക് നീ മോശമൊന്നും പറയരുത്. ഈശ്വര കോപം ഉണ്ടാവുന്ന ഒരു 2-2.5 വയസ്സ് മുതൽ ഒരു കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചു നോക്ക്. അവര് നല്ലതേ കാണുകയുള്ളൂ, നല്ലതേ കേൾക്കുകയുള്ളൂ, നല്ലതേ പറയുള്ളൂ. കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പോൺസെറ്റുള്ള ഒരു വീഡിയോ നമ്മുടെ കൺമുന്നിൽ ആരെങ്കിലും നിർബന്ധിച്ച് കാണിച്ചാൽ പോലും നമ്മൾ കാണത്തില്ല. കാരണം എന്താണ്, നമ്മുടെ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്. കാരണം ഈശ്വര കോപം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം, കാരണം അത് അമ്മ പകർന്നു വരുന്ന ഒരു മൂല്യമാണ്. അങ്ങനെ ഒരു അമ്മ ഉണ്ടാകാൻ വേണ്ടി പുണ്യം ചെയ്യണം അങ്ങനെ ഒരു അമ്മയ്ക്ക് പറയണമെങ്കിൽ. അപ്പൊ നിന്റെ വീട്ടിലുള്ള പിള്ളേര് ഇത്തരം പ്രവർത്തികളിലൂടെ ഒരു ഫോൺ കൊടുക്കാൻ നിനക്കൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നീയൊക്കെ വളർത്തിയ ഗുണമാണ്. വളർത്തു ഗുണം എന്ന് പറയും, അത് അമ്മാതിരി രീതിയിലാണ് പിള്ളേരെയൊക്കെ നീ വളർത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നീയൊക്കെ പിള്ളേർക്ക് ഫോൺ കൊടുക്കാൻ പേടിക്കുന്നത്. പക്ഷെ എനിക്ക് ആ പേടിയില്ല. എന്നെ പോലെയുള്ള കുറെ അമ്മമാരുണ്ട്, ആ അമ്മമാർക്ക് ഈ പേടിയില്ല. കാരണം അവരെന്ത് കാണും, അത് എങ്ങനെ എടുക്കും, അവരെങ്ങനെ വിലയിരുത്തുന്നു നമുക്ക് നല്ല ബോധ്യമുണ്ട്. അവർ ഒരു കണ്ണടറിയാൽ, അവരുടെ മനസ്സ് പതറിയാൽ, അവർ മനസ്സ് നമ്മളോട് പറയാത്ത കാര്യങ്ങൾ അവർ മനസ്സിൽ വിചാരിച്ചാൽ അവരെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അത് അറിയാൻ പറ്റണം. അവിടെയാണ് അമ്മ എന്നുള്ള ഒരു വാക്കിന് അർത്ഥം വരുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നല്ലൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇത് ലെങ്തി ആക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.